സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവനാരായണനും കുടുംബവും വന്ന് പ്രിയങ്കേനും വരുണിനെയും വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരുണിനോടും പ്രിയങ്കയുടെ വീട്ടിൽ വിരുന്ന് പോകണമെന്ന് അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ പറയുവാണ്. എന്നാൽ വരുണിനാണെങ്കിൽ ആ വീട്ടിലേക്ക് പ്രിയങ്കയുടെ കൂടെ പോകാനായിട്ട് തീരെ താല്പര്യമില്ല കേട്ടോ. പക്ഷേ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ നിർബന്ധിക്കുന്നത് കാരണം വരുണിന് വേറെ വഴിയില്ലാതെ സമ്മതിക്കേണ്ടി വരുവാണ്. അങ്ങനെ പ്രിയങ്ക മുത്തശ്ശിനെ വിളിച്ചറിയിക്കുക, മുത്തശ്ശി നാളെ ഞാനും വരുണും കൂടി അങ്ങോട്ടേക്ക് വിരുന്നിനെത്തുക. പിന്നെ വരുൺ ഒരു കാരണവശാലും ചേച്ചിയെ കാണാൻ പാടില്ല, അറിയാലോ മുത്തശ്ശിക്ക്. അതൊക്കെ ഞാൻ ഏറ്റു, അവൾ നാളെ ഇവിടെ ഉണ്ടാവില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വരുണിനും പ്രിയങ്കക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുവാണ് രാധികയും യശോദയൊക്കെ ചേർന്ന്. ഈ സമയം മുത്തശ്ശി രാധികയോട് പറയണേ, അതെ, അവരിവിടെ വന്ന് തിരികെ പോകുന്നത് വരെ നീ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും വരുണിൻ്റെ കൺമുമ്പിൽ നീ ചെന്ന് പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ദേവൻ ചിലപ്പോൾ നിന്നെ അന്വേഷിക്കും, അപ്പം എന്താ പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം. സമയം കളയണ്ട, ഉടൻ തന്നെ അവരെത്തും. അതിനു മുമ്പ് നീ ഇവിടുന്ന് പൊക്കോണം. ഈ സമയത്ത് തന്നെ മുറ്റത്ത് വണ്ടി വരുന്ന വെച്ചേക്കുക. അവർ വന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ്റെ മുമ്പിലേക്ക് എങ്ങാനും വന്നാ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല. നീ കാരണം എൻ്റെ പ്രിയങ്കമ്മളുടെ ജീവിതം തകർന്ന നിന്നെ ഞാൻ കൊന്നുകളയും. വേഗം പോയിവിടുന്നു എന്ന് പറഞ്ഞ് രാധികയെ പുറത്തേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ രാധിക സങ്കടപ്പെട്ട് അവിടെ നിന്നും പോയി കുറച്ചങ്ങ് ദൂരെയുള്ള ഒരു പാറക്കെട്ടിൻ്റെ അവിടെ വന്നിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരുണും പ്രിയങ്ക അവിടെ എത്തുമ്പോൾ യശോദയും മുത്തശ്ശിയും ദേവനും ഒക്കെ ചേർന്ന് സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കണേണ്. അങ്ങനെ അമ്മയും മുത്തശ്ശിയൊക്കെ കാണുമ്പോൾ പ്രിയങ്ക ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ആണ് കേട്ടോ. അങ്ങനെ വരുണിനെയും പ്രിയങ്കയും അകത്തേക്ക് കൊണ്ടുപോകുവാൻ അവരെല്ലാവരും കൂടി. പിന്നീട് കാണിക്കുന്നത് വരുൺ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ വരുണും രാധിക ഇരിക്കുന്ന ആ പാറക്കെട്ടിന് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന രാധികയെ വരുൺ കാണുക. എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് വരുൺ വേഗം തന്നെ രാധികയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുക. അങ്ങനെ വരുൺ തന്നെ കണ്ടു എന്ന് തിരിച്ചറിയുന്ന രാധിക അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. എന്നിട്ട് മലമുകളിലേക്ക് കയറി പോകുവാണ്. പിന്നാലെ തന്നെ വരുണും കയറുക. എന്നിട്ട് രാധികയുടെ കൈ കയറി പിടിക്കുകയോ, എടോ നിൽക്കടോ, താൻ എന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടി ഒളിക്കാൻ നോക്കുന്നത്? എന്തിനാ എന്നിൽ നിന്നും ഇങ്ങനെ ഒളിഞ്ഞു മാറി നടക്കുന്നത്? തന്നെ ഒന്ന് കാണാൻ വേണ്ടി എത്രയും ഞാൻ അലയുന്നെന്നറിയോ? അന്നേരം രാധിക വരുണിനോട് പൊട്ടിത്തെറിക്കണേ, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതും എന്നെ ശല്യം ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. ദയവ് ചെയ്ത് ഇനി എന്നെ തേടി വരരുത്, എന്നെ നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, നിങ്ങൾ പ്രിയങ്കയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വരുൺ തകർന്നു പോകുക. ശരി, തനിക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ, തനിക്കെന്നെ കാണുന്നത് പോലും വെറുപ്പാണെങ്കിൽ ഇനി ഞാൻ തൻ്റെ മുമ്പിലേക്ക് ഒരിക്കലും വരില്ല. ഞാൻ ഈ ലോകത്തു നിന്ന് തന്നെ പോകുക എന്ന് പറഞ്ഞ് വരുൺ ആ മലമുകളിലേക്ക് കയറി പോകുക. അതുകൊണ്ട് രാധിക ആകെ പേടിച്ചു പോകുക. നിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് വരുണിൻ്റെ പിന്നാലെ രാധിക മോടി ചെല്ലുക. ഈ സമയം വരുണാണെങ്കിൽ ആ കൊക്കയുടെ അരികിലേക്ക് പോകുകയുണ്ടോ. അയ്യോ, ഞാനൊന്ന് പറയട്ടെ, നിക്ക്, പോവല്ലേ എന്ന് പറഞ്ഞ് വരുണിൻ്റെ പിന്നാലെ ഓടി ചെല്ലുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ വീട്ടിലൊന്നും വരുണിനെ കാണാതെ വരുണിനെ അന്വേഷിച്ച് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തുവാണ് കേട്ടോ. ഈ സമയം രാധിക വരുണിനെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് വരുണിനെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വരുണിനെ തനിക്ക് ജീവനാണെന്ന് പറയുവാണ് കേട്ടോ. അത് കേട്ട് വരുണിന് സന്തോഷമാകുക. വരുണും രാധിക അങ്ങനെ ചേർത്ത് പിടിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് പ്രിയങ്ക അങ്ങോട്ട് എത്തുന്ന ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്